ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവ വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമ്മളത് സെൽഫ് അടിക്കുമ്പോഴും കിക്കർ അടിക്കുമ്പോഴും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചേക്കുന്നത് ബാറ്ററിയുടെ ആയിരുന്നു. ഇത് ഞാൻ വേറൊരു ബാറ്ററി വെച്ചിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വേറെ പ്രോബ്ലം ഇല്ല, വണ്ടി ഓടിച്ചൊക്കെ നോക്കിയായിരുന്നു, വേറെ കംപ്ലൈൻ്റ് ഇല്ല. ഇതും ഇരുന്ന ബാറ്ററി 2022 ആമറോണിൻ്റെ ബാറ്ററിയാണ് അതും ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ചെക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഡേയ്സ് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയും ഇരുന്ന ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കണത്. എന്നാൽ പോലും നമ്മൾ ചാർജിലേക്ക് ഇട്ട് നോക്കണുണ്ട്, കിട്ടോ ഇല്ല എന്നുള്ള ദിവസം ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് അടിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ കിക്കർ പിടിക്കാണ്ട് പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. കിക്കർ പിടിക്കാണ്ട് പോകുന്ന കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാമത് കിക്കർ വീൽ ഇതിൻ്റെ ഉള്ളിൽ ജാമായിട്ടുണ്ട്, സ്റ്റെക്ക് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ കിക്കർ ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഈ വന്ന അസംബ്ലി ഉണ്ടല്ലോ, കിക്കർ ആം, അതിൻ്റെ മില്ലിങ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇതുമേയും ചെറുതായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ തൽക്കാലം ഈ കിക്കർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. കാരണം കിക്കർ അടിക്കുമ്പോൾ കിക്കർ താഴേക്ക് പിടിക്കാണ്ട് പോകുന്നതിൻ്റെ റീസൺ അതിൻ്റെ മില്ലിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. ആ കിക്കർ അസംബ്ലി മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ നമ്മൾ ആ കിക്കറിൻ്റെ കേസ് ഇപ്പോൾ ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. കാരണം വെച്ചാൽ അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് വേണമെങ്കിൽ മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ അയച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ കിക്കർ അയച്ചപ്പോൾ അതിൻ്റെ കണ്ടീഷൻ കണ്ടു എന്നുള്ളൂ. അപ്പോൾ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ അയച്ചു തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ അതേ കൂടി നമുക്ക് അയച്ച് മാറ്റിയിടാവുന്നുള്ളൂ. പിന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ഒരല്പം ലെവൽ കുറവാണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് കിലോമീറ്റർ ബേസിൽ നമുക്ക് ഓയിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ അതേപോലെ ഈ ബാക്ക് സൈഡിൽ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട്. ഈ സൈഡിലത്തെ അതിൻ്റെ ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ ലീക്കായി തുടങ്ങിയാണത്. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആകെ കൂടി നമുക്ക് വരുന്നത് 120 മില്ലി ഓയിലാണ് ആകെ വരുള്ളൂ ഇതിനകത്ത്. ഇപ്പോൾ ഇത്രയാഴ്ച ലീക്കായി പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ടോപ്പപ്പ് ചെയ്യാമെന്ന് വെച്ചാലും ഇതേപോലെ ലീക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓയിൽ നിൽക്കില്ല. അപ്പോൾ ഓയിൽ നിൽക്കാണ്ട് വന്ന സമയത്ത് ഗിയർ വീലുകൾക്ക് ഡാമേജ് വരും. അതിൻ്റെ ലൂബ്രിക്കേഷനും അതേപോലെ തന്നെ അതിൻ്റെ ഹീറ്റിംഗ് റെസിസ്റ്റൻസും നടക്കില്ല അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ചൂടാകുമ്പോൾ ഓയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഓയിലിനൊരു ചെറിയൊരു വീലുകൾക്കൊരു ചെറിയ കൂളിംഗ് കിട്ടും. തന്നെയല്ല നമുക്ക് അതിൻ്റെ ലൂബ്രിക്കേഷനും നടക്കണം മെയിനായിട്ട്. അപ്പോൾ ഈ ഓയിൽ കുറഞ്ഞ് പോകുമ്പോൾ സംഭവിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കേസ് തന്നെ നടക്കില്ല. വീലുകൾ നല്ല ഹീറ്റ് ആവും, അതേപോലെ തേയ്മാനം വന്നിട്ട് കംപ്ലയിൻറ്റിലേക്ക് പോകും. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടി മാറ്റിയിട്ടുള്ളൂ. കാരണം കണ്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. കാരണം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് അല്ല, സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റാണ് പറഞ്ഞാണ്. പക്ഷേ നമ്മളിപ്പോൾ വണ്ടി ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഞാൻ അതിനനുസരിച്ച് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. എഞ്ചിൻ ഓയിൽ അതേപോലെ തന്നെ ബാറ്ററി ചാർജിങ്ങിലാണ് നമ്മൾ കൂട്ടണേ. ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. ഫുൾ ചാർജ് ചെയ്തതിന് ശേഷമാണ് ബാറ്ററിയുടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റേണ്ടി വരുമോ ഇല്ല എന്നുള്ള ദിവസം അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതെന്തെങ്കിലും നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ട് അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.